മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസമാണ്. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി വണങ്ങണമെന്ന് സഭ നമുക്കോരോരുത്തർക്കും നിർദ്ദേശം നൽകുന്ന ദണ്ഡവിമോചനം പ്രത്യേകമായി സ്വീകരിക്കാവുന്ന ഒരു മാസം. എന്തുകൊണ്ടാണ് മറ്റ് മാസങ്ങളിൽ നിന്നൊക്കെ ഈ മെയ് മാസത്തിന് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം വണക്കം സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അത് മനസ്സിലാക്കണമെങ്കിൽ മറിയത്തിൻ്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കണം. ഏതാണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ റോമാക്കാരും ഗ്രീക്കുകാരും ഈ മെയ് മാസത്തെ പുതിയ ജീവൻ്റെ മാസം എന്നാണ് വിളിച്ചിരുന്നത്. പുതിയ ജീവൻ്റെ മാസം എന്ന് വിളിക്കാനുള്ള കാരണം, പുതുജീവൻ്റെ പ്രതീകമായ പൂക്കളും ഇലകളും മരത്തിലേക്ക് ശൈത്യത്തിന് ശേഷം കടന്നു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മെയ് മാസം. അതോടൊപ്പം തന്നെ ഈ മെയ് മാസത്തെ ജീവൻ്റെ ദേവതകളുടെ മാസമായിട്ടും അവർ ആഘോഷിച്ചിരുന്നു. അങ്ങനെ നിലനിന്നിരുന്ന ഒരാഘോഷത്തെ സഭ കുറച്ചുകൂടെ ആത്മീയവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും നൂതനമായ ജീവൻ പ്രദാനം ചെയ്ത ക്രിസ്തുവിനെ വഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും യോജിച്ച ഒരു മാസമാണ് മെയ് മാസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മെയ് മാസ വണക്കത്തിലേക്ക് സഭ പ്രത്യേകമായ ഒരു താല്പര്യം എടുത്ത് മുന്നോട്ട് വരികയാണ്. പക്ഷെ അങ്ങനെ താല്പര്യമെടുത്ത് മുന്നോട്ട് വന്നെങ്കിലും ഇന്ന് നിലനിന്നിരുന്ന ഒരു മെയ് മാസ വണക്കത്തിലേക്ക് കടന്നെത്താനായിട്ട് കാലങ്ങൾ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. ഏതാണ്ട് 1300കളിൽ സ്പെയിനിലെ രാജാവായിരുന്ന അൽഫോൺസിസ് 10 രാജാവ് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരുപാട് ഗീതങ്ങൾ എഴുതി ഉണ്ടാക്കുകയും ആ ഗീതങ്ങൾ പാടി പരിശുദ്ധ അമ്മയെ വണങ്ങുകയും ചെയ്തിരുന്നു. ഏതാണ്ട് ആ പതിവിന് അവർ കൊടുത്തിരുന്ന പേര് ട്രൈസേസിമം എന്നാണ്. ട്രൈസേസിമം എന്ന് വെച്ചാൽ ട്രൈസേസിമുസ് എന്ന ലത്തിൻ വാക്കിൽ നിന്ന്, അതായത് 30ാമത്തെ, അതായത് 30 ദിവസത്തെ പ്രത്യേകമായ ഒരു വണക്ക പ്രാർത്ഥന ഈ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസത്തിൽ നിലനിന്നിരുന്നു എന്ന് ചരിത്രവും പാരമ്പര്യവും നമ്മോട് പറയുന്നുണ്ട്. ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള 31 ദിവസത്തെ പ്രത്യേകമായ വണക്കവും പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും കത്തോലിക്ക സഭയിലേക്ക് നിലവിൽ വന്നത് ഈശോ സഭാ വൈദികരുടെ ഇടപെടലിലൂടെയാണ്. 1700 കാലഘട്ടത്തിൽ അനിബാലെ ഡിയോനിസ് എന്ന് പറയുന്ന ഈശോ സഭാ വൈദികൻ മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ പ്രാർത്ഥനകളും അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ പൂക്കളും സമർപ്പിക്കണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കാം. ഏതാണ്ട് 1725 ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ഏതാണ്ട് 1785 ഈ 31 ദിവസം നീണ്ടു നിൽക്കുന്ന മരിയൻ വണക്കത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളും ഗീതങ്ങളും അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയാണ്. അതോടുകൂടെയാണ് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള പരിശുദ്ധ അമ്മയുടെ വണക്കമാസ പ്രാർത്ഥന ഇറ്റലിയിലുടനീളം വ്യാപിക്കുകയും പിന്നീട് അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു വരികയും ചെയ്തു. 19ാം നൂറ്റാണ്ടോടുകൂടെ മെയ് മാസ വണക്കം ആഗോള സഭയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വണക്കമായിട്ട് മാറുകയാണ്. 1815 പയസ് 7 പാപ്പ മെയ് മാസ വണക്കം നടത്തുന്നവർക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം പ്രഖ്യാപിച്ചു. 1965 മെൻസെ മായിയോ എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ പോൾ 6 പാപ്പ മെയ് മാസത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മുന്നിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ കാലങ്ങളുടെ രൂപീകരണത്തിലൂടെ മെയ് മാസ വണക്കം ഇന്ന് സഭയുടെ പ്രത്യേകമായ പരിശുദ്ധ അമ്മയുടെ വണക്ക മാസമായിട്ട് രൂപപ്പെടുകയാണ്. അതേ പ്രിയമുള്ളവരെ, 1725 ഇറ്റലിയിലെ ഒരു കൊച്ചു പള്ളിയിൽ ആരംഭിച്ച ഈ വണക്കം ഇന്ന് നമ്മളുടെ തൊട്ടടുത്തുള്ള കൊച്ചുപള്ളികളിലൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് സഭ ചിട്ടപ്പെടുത്തിയ ഒരു പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ മക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. പക്ഷേ പരിശുദ്ധ അമ്മയെ പോലെ പ്രാർത്ഥിക്കുക അത് ബുദ്ധിമുട്ടാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വണങ്ങുമ്പോൾ നാം
പരിശുദ്ധ അമ്മയോടല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് നമ്മളുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അമ്മേ, നീ ഈ ലോകത്ത് ജീവിച്ചതുപോലെ പാപമില്ലാതെ, പാപത്തിൽ നിന്ന് മാറി നിന്ന്, പാപം ചെയ്യാനുള്ള ഉള്ളിലെ തീഷ്ണതയിൽ നിന്ന് എന്നെ തന്നെ പറിച്ചു മാറ്റിയെടുത്ത് നിൻ്റെ പ്രത്യേകമായ കൃപയാൽ നിൻ്റെ പോലെ ഈ ലോകത്തിൽ ജീവിക്കണം എന്ന ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അത് പ്രായോഗിക തലത്തിലേക്ക് വരുത്താനുള്ള അതീവ താല്പര്യത്തോടു കൂടെ നിന്നെ വണങ്ങി മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ദൈവ തിരുമുമ്പിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ സമർപ്പിച്ച് അമ്മയെപ്പോലെ ജീവിക്കാൻ അമ്മേ മാതാവേ, പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല ഒരു മാസം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒക്ടോബർ മാസത്തിൽ നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിവിധ തലങ്ങളിലുള്ള, വിവിധ സ്ഥലങ്ങളിലുള്ള പ്രത്യക്ഷപ്പെടലുകളെ പറ്റിയും രൂപങ്ങളെപ്പറ്റിയും ഇടങ്ങളെപ്പറ്റിയുമൊക്കെ ചിന്തിക്കുകയുണ്ടായി. അവസാന ദിവസം പറഞ്ഞിരുന്നു, ഇത് അവസാനിക്കുന്നില്ല, മറിച്ച് തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. അങ്ങനെ നിങ്ങളിൽ നിന്ന് ലഭിച്ച ഒരുപാട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ നൽകിയിട്ടുള്ളതാണ്. അതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഏതാണ്ടൊരു 14 വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെപ്പറ്റിയും പള്ളിയെപ്പറ്റിയും സ്ഥലങ്ങളെപ്പറ്റിയുമൊക്കെ നിങ്ങൾ തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി. അതിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. ഇനിയും പുതുതായി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഒരു മാസം പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ച് പുത്രനിലേക്ക് നമുക്ക് പൂർവാധികം ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ നടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.